അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കൻ ഭരണഘടനയെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള, ഇപ്പോഴും നിലവിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണിത്. പക്ഷേ ഒരു രസകരമായ കാര്യമുണ്ട്. ഇത് അമേരിക്കയുടെ ആദ്യത്തെ ഭരണഘടനയല്ല. സത്യം പറഞ്ഞ ഇത് അവരുടെ രണ്ടാമത്തെ ശ്രമമായിരുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു പുതിയ രാജ്യം രൂപീകരിക്കപ്പെടുന്നു. പക്ഷെ അവരുടെ ആദ്യത്തെ സർക്കാർ തന്നെ ഒരു വൻ പരാജയമായി മാറുന്നു. എന്ത് സംഭവിക്കും, അല്ലേ? ആ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയുടെ കഥ ശരിക്കും തുടങ്ങുന്നത്. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, അപ്പോ രാജ്യം ഭരിക്കാൻ അവർക്കൊരു നിയമപുസ്തകം വേണമായിരുന്നു. അങ്ങനെയാണ് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ വരുന്നത്. പക്ഷേ തുടക്കം തന്നെ പാളി. അതൊരു വലിയ ദുരന്തമായി മാറാനാണ് അധികകാലം വേണ്ടിവന്നില്ല. ഈ ആദ്യത്തെ സർക്കാർ ഒരുതരം വേർഷൻ 1.0 സോഫ്റ്റ്വെയർ പോലെയായിരുന്നു. നിറയെ ബഗ്ഗുകളും പ്രശ്നങ്ങളും. ഒന്ന് ആലോചിച്ചു നോക്കൂ, സംസ്ഥാനങ്ങളോട് കുറച്ചു നികുതി തരൂ എന്ന് ചോദിക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരു പ്രസിഡന്റ് ഇല്ല. നിയമങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ ഒരു സുപ്രീം കോടതിയുമില്ല. ചുരുക്കി പറഞ്ഞാൽ എന്താ, പേരിനൊരു കേന്ദ്ര സർക്കാരുണ്ട്, പക്ഷെ കയ്യിൽ യാതൊരു അധികാരവുമില്ല. സ്വാഭാവികമായും ഇങ്ങനെയൊരു ദുർബലമായ സർക്കാർ കാരണം രാജ്യം സാമ്പത്തികമായി തകർന്നു. പലയിടത്തും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. രാജ്യം തന്നെ ഇല്ലാതായി പോകുമോ എന്നൊരു പേടി വന്നു. അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, ഇത് പോരാ, എല്ലാം അടിമുടി മാറ്റുന്നൊരു പുതിയ പ്ലാൻ കൂടിയേ തീരൂ. ഈയൊരു പ്രതിസന്ധിയാണ് 1787-ലെ ചരിത്രപ്രസിദ്ധമായ ഫിലാഡൽഫിയ കൺവെൻഷനിലേക്ക് വഴിവെച്ചത്. ആ കൺവെൻഷനിലാണ് അമേരിക്കയുടെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിറക്കുന്നത്. അതായത് നമ്മളിന്ന് കാണുന്ന ഭരണഘടന. അധികാരം ഒരാളുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിച്ച് പഴയ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ 3 ശക്തമായ ആശയങ്ങളിലാണ് അവർ ഈ പുതിയ സംവിധാനം കെട്ടിപ്പൊക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അധികാര വിഭജനം, അതായത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ആശയം വളരെ ലളിതമാണ്. ഗവൺമെന്റിന്റെ എല്ലാ അധികാരത്തെയും 3 മുറിച്ചു. 1 നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ, 2 അത് നടപ്പിലാക്കുന്നവർ, 3 ആ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നവർ. ഇങ്ങനെ 3 സ്വതന്ത്ര വിഭാഗങ്ങൾ. അധികാരം ഇങ്ങനെ വിഭജിച്ചാൽ മാത്രം മതിയോ? പോരാ, ഓരോ വിഭാഗത്തിനും മറ്റുള്ളവരുടെ അധികാരത്തിൽ ഒരൽപ്പം നിയന്ത്രണം കൂടി വേണം. ഇതിനെയാണ് നമ്മൾ ചെക്സ് ആൻഡ് ബാലൻസസ് എന്നു പറയുന്നത്. ഈ ഉദാഹരണം നോക്കിയാൽ സംഭവം ക്ലിയറാവും. കോൺഗ്രസ് ഒരു നിയമം പാസാക്കുന്നു. പ്രസിഡന്റിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീറ്റോ ചെയ്ത് തടയാം. എന്നാൽ കോൺഗ്രസിന് നല്ല ഭൂരിപക്ഷമുണ്ടെങ്കിൽ ആ വീറ്റോയെ മറികടക്കാം. ഒടുവിൽ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഈ നിയമം ഭരണഘടനയ്ക്കെതിരാണെന്ന് പറഞ്ഞ് റദ്ദാക്കാം. കണ്ടില്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ണുവയ്ക്കുന്നു. മൂന്നാമത്തെ അടിത്തറയാണ് ഫെഡറലിസം. ഇതൊരു തരം ഇരട്ട സർക്കാർ സംവിധാനമാണ്. അതായത് രാജ്യത്തിനു മുഴുവനായി ഒരു കേന്ദ്ര സർക്കാരും ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ സർക്കാരുകളും. ചില അധികാരങ്ങൾ കേന്ദ്രത്തിനും മറ്റു ചിലത് സംസ്ഥാനങ്ങൾക്കും. ഇങ്ങനെ അധികാരം മുകളിൽ നിന്നും താഴേക്കും വിഭജിക്കുന്നു. കേന്ദ്രത്തിന് അതിന്റെ ശക്തിയും കിട്ടും, സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യവും കിട്ടും. അപ്പോ ഈ തത്വങ്ങളെല്ലാം എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? അതിനാണ് ഭരണഘടനയുടെ 7 ആർട്ടിക്കിളുകൾ. നമുക്കിതിനെ ഒരു പുതിയ ഗവൺമെന്റിന്റെ എഞ്ചിൻ ഭാഗങ്ങളായി കാണാം. അതിൽ തന്നെ ഈ എഞ്ചിൻ ഓടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 3 എണ്ണത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഒന്നാമത്തെ ഭാഗം, ആർട്ടിക്കിൾ 1, നിയമനിർമ്മാതാക്കളായ കോൺഗ്രസ്. ഇതിന് 2 സഭകളുണ്ട്. ജനസംഖ്യ അനുസരിച്ചുള്ള ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാതിനിധ്യമുള്ള സെനറ്റും. ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗം ഇതാണ്. രാജ്യത്തിന്റെ പണം എവിടെ എങ്ങനെ ചിലവഴിക്കണം, നികുതി എങ്ങനെ പിരിക്കണം, എന്തിന് ഒരു യുദ്ധം പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്നുപോലും തീരുമാനിക്കുന്നത് കോൺഗ്രസ്സാണ്. അടുത്തത് ആർട്ടിക്കിൾ 2, നിയമങ്ങൾ നടപ്പിലാക്കുന്നയാൾ, അതായത് എക്സിക്യൂട്ടീവ് വിഭാഗം. അതിന്റെ തലപ്പത്താണ് പ്രസിഡന്റ്. കോൺഗ്രസ് പാസാക്കുന്ന നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം തന്നെയാണ് സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപൻ. വിദേശകാര്യങ്ങൾ നോക്കുന്നതും പ്രധാന ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമെല്ലാം പ്രസിഡന്റാണ്. പിന്നെ കോൺഗ്രസിന്റെ നിയമങ്ങളെ വീറ്റോ ചെയ്യാനുള്ള ആ അധികാരവും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇനി മൂന്നാമത്തെ വിഭാഗം, ആർട്ടിക്കിൾ 3-ൽ പറയുന്ന ജുഡീഷ്യറി. ഒരു കളിക്കളത്തിലെ റഫറിയുടെ റോളാണിവർക്ക്. സുപ്രീം കോടതിയും മറ്റു ഫെഡറൽ കോടതികളുമാണ് ഇതിലുള്ളത്. നിയമങ്ങൾ ഭരണഘടനയ്ക്കനുസരിച്ചാണോ എന്ന് പരിശോധിക്കുക, തർക്കങ്ങളിൽ അവസാന വാക്ക് പറയുക, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ജോലി.
രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ജഡ്ജിമാർക്ക് ആജീവനാന്ത കാലാവധി കൊടുത്തിരിക്കുന്നത്. ഈ ഭരണഘടനയുണ്ടാക്കിയവർക്കൊരു കാര്യം നന്നായിട്ട് അറിയാമായിരുന്നു. അവർക്കെല്ലാം മുൻകൂട്ടി കാണാൻ കഴിയില്ല, കാലം മാറും, ആവശ്യങ്ങളും മാറും. അതുകൊണ്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു അപ്ഡേറ്റ് ഫീച്ചർ അത്യാവശ്യമാണെന്ന് അവർക്ക് തോന്നി. അതാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അപ്ഡേറ്റ് പ്രക്രിയ അവർ ഭയങ്കര സങ്കീർണമാക്കി. അതെന്തിനാണെന്ന് വെച്ചാൽ ആർക്കും തോന്നിയ പോലെ ഭരണഘടനയെ മാറ്റിയെഴുതാൻ പാടില്ലല്ലോ. അതിന് 2 വലിയ കടമ്പകൾ കടക്കണം. ഒന്നാമത്തേത്, കോൺഗ്രസിലെ 3/2 അംഗങ്ങൾ സമ്മതിക്കണം. അത് കിട്ടിയാൽ മാത്രം പോരാ, രാജ്യത്തെ 4/3 സംസ്ഥാനങ്ങളും അതിനെ അംഗീകരിക്കണം. ഇത് കാരണം ഭരണഘടനയ്ക്ക് ഒരേ സമയം പാറ പോലെ ഒരു ഉറപ്പുണ്ട്, എന്നാൽ ആവശ്യമെങ്കിൽ മാറാനുള്ള ഒരു വഴക്കവുമുണ്ട്. ഈ അപ്ഡേറ്റുകൾ അമേരിക്കയെ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന് ഈ ടൈംലൈൻ നമുക്ക് കാണിച്ചു തരും. 1791 ആദ്യത്തെ 10 ഭേദഗതികളിലൂടെ പൗരന്മാർക്ക് സംസാരിക്കാനും സംഘടിക്കാനുമൊക്കെയുള്ള അടിസ്ഥാന അവകാശങ്ങൾ നൽകി. പിന്നീട് ആഭ്യന്തര യുദ്ധം കഴിഞ്ഞപ്പോൾ അടിമത്തം നിരോധിച്ചുകൊണ്ട് ഭരണഘടന തിരുത്തി. 20-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾക്കും അതിനുശേഷം 18 വയസ്സായവർക്കും വോട്ടവകാശം നൽകി. അങ്ങനെ സമൂഹം മാറിയതിനനുസരിച്ച് ഭരണഘടനയും മാറി. അപ്പോ ഒരു പരാജയപ്പെട്ട ഭരണ സംവിധാനത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ ഭരണഘടനയുണ്ടായതെന്നും അതിന്റെ ഘടന എന്താണെന്നും കാലത്തിനനുസരിച്ച് അതെങ്ങനെ മാറിയെന്നും നമ്മൾ കണ്ടു. ഇനി അവസാനമായി നമുക്ക് നോക്കാം, 230-ൽ പരം വർഷങ്ങൾക്കിപ്പുറം ഈ ഭരണഘടനയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്, അതിന്റെ കരുത്തും പരിമിതികളും എന്തൊക്കെയാണ്? ഈ ഭരണഘടനയുടെ പൈതൃകത്തെ നമുക്കൊരു ബാലൻസ് ഷീറ്റ് പോലെ നോക്കാം. ഒരു വശത്ത് ഇത്രയും കാലം ഒരു രാജ്യത്തെ ഒരുമിച്ച് നിർത്തിയതും സ്വേച്ഛാധിപത്യത്തെ തടഞ്ഞതും പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതും അതിന്റെ ഏറ്റവും വലിയ കരുത്താണ്. എന്നാൽ മറുവശത്ത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഭയങ്കര പാടാണ്. ഇന്നും വലിയ വിവാദമായ ഇലക്ടോറൽ കോളേജ്, ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് സെനറ്റിൽ കിട്ടുന്ന അമിത പ്രാധാന്യം, ഇതെല്ലാം വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഈ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോഴും ഈ ഭരണഘടനയുടെ ആത്മാവ് അതിന്റെ ആമുഖത്തിലെ ആദ്യത്തെ 3 വാക്കുകളിലാണ്. വി ദ പീപ്പിൾ, അതായത് ഞങ്ങളാകുന്ന ജനങ്ങൾ. എല്ലാ അധികാരത്തിന്റെയും ഉറവിടം ജനങ്ങളാണെന്നും കൂടുതൽ മികച്ചൊരു രാജ്യം കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്നും ഈ വാക്കുകൾ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എന്റെ അവസാനത്തെ ചോദ്യം ഇതാണ്. ഏകദേശം 230 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു ലോകത്തെരുതപ്പെട്ട ഈ രൂപരേഖ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിലെ സങ്കീർണമായ വെല്ലുവിളികളെ നേരിടാൻ എത്രത്തോളം ശക്തമാണ്? ഭാവിയുടെ അമേരിക്കയ്ക്ക് ഈ ഭരണഘടന മതിയാകുമോ? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിടുന്നു.